എനിക്കൊരു കുറവുണ്ടാകുമ്പോൾ വേറെ എന്തെങ്കിലും എനിക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും, അതിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുക. അപ്പം എൻ്റെ കുറവുകൾ എന്താവും, നല്ല മറഞ്ഞു പോകും. എന്താണ് ടച്ച് ചെയ്തത്? അങ്ങനെ തേപ്പ് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു പാട്ട് സെറ്റായി വരും, ചിലപ്പോൾ 2-3 ദിവസം എടുക്കും. ഈ അഴകിൻ നിലാവ് തുറക്കുന്നുള്ള ഒരു പാട്ട് ഏകദേശം 4-5 മാസം എടുത്തു. ആൾക്കാരൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിയാക്കുവോ, ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ചില സാഹചര്യത്തിൽ ചില ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, എല്ലാ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യം ഉണ്ട്, അതാ നമുക്ക് ഭംഗിയായിട്ട് തോന്നാം. മറ്റേ നമുക്ക് കൊള്ളില്ല എന്ന് തന്നെ തോന്നും. ഇത് കൊള്ളില്ല, അതെന്ന് വെച്ചാൽ ഇതിന് സൗന്ദര്യം ഇല്ല എന്നല്ല. അപ്പൊ നമുക്ക് ആ ആളുകളെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ചേർത്ത് നിർത്തിയ ഫ്രണ്ട്സ് അകറ്റി നിർത്തിയാലല്ലേ നമുക്ക് ചേർത്ത് നിർത്തേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിയുന്ന അന്ന് മുതൽ നമ്മൾ ജയിച്ചു തുടങ്ങും. അഴകിൻ നിലാവു തോൽക്കും അരയൻ നിലാവു കാണും ഈ പാട്ട് ശരിക്കും കുറെ ലിറിക്സ് ഉണ്ട്, കുറച്ച് വരികൾ കൂടുതലുണ്ട്. പക്ഷേ അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ട് എഴുതിയതും മ്യൂസിക് ചെയ്തതും ഈ പാടിയ ജിഷ്ണു ഗംഗോത്രി തന്നെയാണ്. ഈ ജിഷ്ണു ഗംഗോത്രി എന്ന് പറയുന്ന പേര് ഒരു ഗുമ്മിന് വേണ്ടിയിട്ട പേരാണല്ലേ? അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടതാ. എഴുത്ത് ചെറുപ്രായത്തിലെ തുടങ്ങിയ, അത് എപ്പോഴായിരുന്നു എഴുത്തൊക്കെ ആരംഭിച്ചത്? അത് ഡിഗ്രി കാലയളവിൽ തുടങ്ങിയതാ. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തുടങ്ങിയതാ. എന്ത് ഇൻസിഡന്റ് വെച്ചിട്ടാണ് ശരിക്കും എഴുത്ത് തുടങ്ങിയത്? എന്താണ് ടച്ച് ചെയ്തത്? അങ്ങനെ തേപ്പ്. അത് എനിക്ക് തോന്നുന്നു ക്യാമ്പസ് പ്രണയത്തിലെ ദുരനുഭവം ആയിരിക്കാം ജിഷ്ണുവിന് എഴുത്ത് തുടങ്ങിയത്, അല്ലേ ജിഷ്ണു? അപ്പൊ ചുമ്മാ ഒരു ഇതിനു വേണ്ടി എഴുതിയത് അങ്ങനെ. അത് അതങ്ങോട്ട് ശീലായി. എഴുതി തുടങ്ങി. ഇതെപ്പോഴാണ് ഇത് ജിഷ്ണു ശരിക്കും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നു തുടങ്ങിയത്? എപ്പോഴാണ്? അതപ്പം തന്നെ ഈ പാട്ടിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ പാട്ട് കേട്ടിട്ട് ചുമ്മാ അവന് പാടിക്കൊടുത്തു ഇങ്ങനെ. അപ്പൊ അവനാണ് ഇങ്ങനെ പറഞ്ഞത്, ഇത് നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പൊ അവന്റെ ഒരു ആഗ്രഹം, അവനത് പറഞ്ഞില്ലായിരുന്നു ഈ പാട്ട് ഇങ്ങനെ തന്നെ കിടന്നേനെ, ഞാൻ ചുമ്മാ ഇങ്ങനെ തേരാപ്പാര നടന്നേനെ. അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു ദിവസം കോളേജിൽ പോയി അങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് അവനങ്ങ് പോസ്റ്റ് ചെയ്തതാണ്. പാടി തുടങ്ങിയ പാട്ടില്ലേ, അത് പൂർണ്ണമായിട്ടൊന്ന് പാടാവോ? നെറുകിലായി കാണണം ഇണയനിക്കണം, കരളിലെ തേക്കണം, സിന്ദൂരവുമായി മന്ദാകിനി അരികിലായി അണയുമ്പോൾ പ്രേമാകുലനാ